മോണ്ടു കുരങ്ങിന്റെ തെറ്റാലി. ഒരു മനോഹരമായ കാട്ടിൽ എല്ലാ മൃഗങ്ങളും സന്തോഷമായി ജീവിച്ചിരുന്നു. എന്നാൽ ഒരേ ഒരു കുറുക്കൻ മാത്രം എങ്ങനെയുണ്ടായിരുന്നെന്നാൽ എല്ലാവരും സന്തോഷിക്കുന്നത് കാണുമ്പോൾ അതിനിഷ്ടപ്പെടുകയേ ഇല്ല. ഒരു ദിവസം എല്ലാവരും ചേർന്ന് കണ്ണുപൊത്തി കളിച്ചുകൊണ്ടിരുന്നു. ഞാൻ 10 വരെ എണ്ണാം, അതിനുള്ളിൽ നിങ്ങൾ എല്ലാവരും ഒളിക്കണം. അങ്ങനെ പറഞ്ഞ് ആ കിളി കണ്ണടച്ചു. പിന്നെ എണ്ണാൻ തുടങ്ങി. അത് എണ്ണിത്തീരുന്നതിനുള്ളിൽ അവിടെയുള്ള എല്ലാവരും പോയി ഒളിച്ചിരുന്നു. 7, 8, 9, ഇതാ 10. ഞാനിതാ വന്നു. ടീനു അതിന്റെ കണ്ണു തുറന്നു. അത് അവിടെയും ഇവിടെയും നോക്കി. എന്നാൽ അതിന്റെ കണ്ണിൽ ആരെയും കണ്ടില്ല. അത് സൂക്ഷിച്ചു നോക്കി പറന്നുപോയപ്പോൾ കാട് ഉലയുന്നത് പോലെ തോന്നി. ഉടനെ അനങ്ങാതെ അടുത്തു പോയപ്പോൾ അവിടെയുണ്ടായിരുന്ന ആന പിടിക്കപ്പെട്ടു. തപ്പ അങ്ങനെ പറഞ്ഞു. ആ ആന അപ്പോൾ തിരിഞ്ഞു നോക്കി ചിരിക്കാൻ തുടങ്ങി. എപ്പോൾ നോക്കിയാലും ആദ്യം എന്നെയാ കണ്ടുപിടിക്കുന്നത്. ദൈവം എന്തിനാണോ ആവോ എനിക്ക് ഇത്രയും വലിയ ശരീരം തന്നത്. അതിനുശേഷം ടീനു അവിടെയും ഇവിടെയും നോക്കിപ്പോയപ്പോൾ ഒരു മരത്തിന്റെ പിന്നിൽ ഒരു മാനിന്റെ വാൽ കണ്ടു. ഉടനെ പിന്നിൽ നിന്ന് പോയി ആ മാനിനെ അത് കണ്ടെത്തി. മാനിനെ കണ്ടും അത് ഡപ്പ എന്ന് പറഞ്ഞു. ഡപ്പ, നീ എങ്ങനെ എന്നെ കണ്ടെത്തി? നിന്റെ വാല് കണ്ടാണ്. ഇനി ബാക്കിയുള്ളത് മോണ്ടുകുരങ്ങ് മാത്രം. അങ്ങനെ അത് മോണ്ടുകുരങ്ങിനെ അന്വേഷിക്കാൻ തുടങ്ങി. മോണ്ടുകുരങ്ങ് വലിയ ഉയരമുള്ള മരത്തിന്റെ മുകളിൽ നിന്നുകൊണ്ടിരുന്നു. ടീനു, നീ എന്നെ അന്വേഷിക്കുന്നത് നിർത്ത്. ഞാൻ നിന്റെ കയ്യിൽ പെടില്ല. മോണ്ടുകുരങ്ങ് ഇനിയും ഉയരത്തിലേക്ക് പോയിരുന്നാൽ കൊള്ളാമെന്ന് കരുതി. അത് ചിന്തിച്ചതുപോലെ വീണ്ടും വീണ്ടും ഉയരത്തിലേക്ക് പോയി അത് ഇരുന്നു. ടീനു ഇപ്പോഴും അതിനെ അന്വേഷിക്കുകയായിരുന്നു. ബാക്കി മൃഗങ്ങളെല്ലാവരും ഒരു സ്ഥലത്തിൽ വന്ന് ഒത്തുകൂടി മോണ്ടുവിന് വേണ്ടി അവർ കാത്തിരുന്നു. ഇന്നീ കളി തീരില്ലെന്ന് തോന്നുന്നല്ലോ. അങ്ങനെ പറഞ്ഞ് മോണ്ടുകുരങ്ങ് സന്തോഷിച്ചു. എന്നാൽ ഉയരത്തിലേക്ക് പോകുന്തോറും പെട്ടെന്ന് അറിയാതെ അതിന്റെ കാൽ വഴുതി. അത് താഴേക്കും വീണു. അത് ഒരുപാട് ശ്രമിച്ചു വേറെ ഒരു ശിഖരത്തിൽ പിടിക്കാൻ വേണ്ടി. എന്നാൽ നല്ല ഉയരത്തിൽ നിന്ന് വീണതുകൊണ്ട് അതിനെ ഒരു ശിഖരത്തിലും പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ തറയിൽ ടപ്പേന്ന് വീണു. ടപ്പ. അങ്ങനെ ടീനു അതിന്റെ അടുത്തേക്ക് പോയി. അത് കണ്ട് എല്ലാ മൃഗങ്ങളും ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. എന്താ മോണ്ടോ, മരത്തിന്റെ മുകളിൽ ഒളിക്കാൻ എന്ത് രസമാ അല്ലേ? മോണ്ടു കഷ്ടപ്പെടുന്നത് കണ്ട് എല്ലാവരും ചിരിച്ചു. പിന്നെ അവർ ചോദിച്ചു, അയ്യോ എന്തു പറ്റി മോണ്ടു, നിനക്ക് പരിക്കേറ്റോ? മോണ്ടു വേദനയിൽ പിടഞ്ഞുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് അവൻ പറഞ്ഞു, എന്റെ ഒരു കൈയിൽ നന്നായി പരിക്കേറ്റിട്ടുണ്ട്. എന്റെ കൈവേദന കുറയുന്നതേ ഇല്ല. അത് നല്ലതാ. കുട്ടികളെ പോലെ കണ്ണുപൊത്തി കളിക്കുവാണോ? അത് കേട്ടതും എല്ലാവർക്കും ദേഷ്യം വന്നു. എന്നാൽ അത് സിംഹരാജാവിന്റെ അടുത്ത ബന്ധുവാണ്. അതുകൊണ്ട് ആരും അതിനെതിരെ ഒന്നും പറഞ്ഞില്ല. മോണ്ടുവിന്റെ സുഹൃത്തുക്കൾ എല്ലാവരും അവനെ ഒരുപാട് നാൾ സഹായിച്ചു. അങ്ങനെ മോണ്ടു നടന്നു. എന്നാൽ കൈകാലിന്റെ വേദന മാത്രം അവന് ഭേദമായതേ ഇല്ല. പാവം മോണ്ടുവിന് മരത്തിൽ കയറാനേ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവന്റെ സുഹൃത്തുക്കൾ അവനെല്ലാ സഹായവും ചെയ്തു. എന്നാൽ പോലും മോണ്ടുവിന് തന്നെ പോയി ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി. എന്റെ കൈയും വേദനിക്കുന്നു. ഞാൻ മരത്തിൽ കയറാതെ താഴെ തന്നെ ഇരുന്ന് പഴങ്ങൾ പറിച്ച് എനിക്ക് കഴിക്കാൻ പറ്റുമോ? ചെറുപ്പത്തിൽ ഞാൻ തെറ്റാലി വെച്ച് കളിക്കുമായിരുന്നു. അത് എവിടെ വെച്ചെന്നേ അറിയില്ല. ശരി, അത് പോയി തിരിച്ചെടുക്കാം. മോണ്ടുകുരങ്ങ് സന്തോഷിച്ചു. അത് ആനയോട് പറഞ്ഞ് അതിന്റെ കൂട്ടിലുണ്ടായിരുന്ന തെറ്റാലി എടുക്കാൻ പറഞ്ഞു. ആ തെറ്റാലി കണ്ട് സന്തോഷിച്ച് മരത്തിലുണ്ടായിരുന്ന ഒരു ആപ്പിളിന് നേരെ ഉന്നം വെച്ചു. ആ ആപ്പിൾ താഴെ വീണു. അത് കണ്ട് മോണ്ടു ഒരുപാട് സന്തോഷിച്ചു. ആ ആപ്പിൾ എടുത്തത് കഴിച്ചു. മോണ്ടു സന്തോഷിക്കുന്നത് കണ്ട് എല്ലാവരും ഒരുപാട് സന്തോഷിച്ചു. എന്നാൽ കുറുക്കൻ മൂഡ് ഓഫായി. വീണ്ടും എല്ലാവരും സന്തോഷിക്കുന്നു എന്ന് കരുതി. ഉന്നം വയ്ക്കാൻ മോണ്ടുവിനെ കഴിഞ്ഞേ വേറെ ആരെങ്കിലും ഉള്ളൂ. കുറുക്കന് അത് കണ്ട് അസൂയ തോന്നി. ഒരു ദിവസം അതിനൊരു ഐഡിയ തോന്നി. അത് തന്നെത്താനെ മരത്തിലിടിച്ച് അതിന്റെ കണ്ണിൽ മുറിവേൽപ്പിച്ചു. അതിനുശേഷം അത് സിംഹരാജാവിനെ കാണാൻ പോയി. എന്തു പറ്റി കുറുക്ക, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? നിന്റെ ഒരു കണ്ണിന് എന്തു പറ്റി? സിംഹരാജാവേ, ആ കുരങ്ങന് ആ തെറ്റാലി വെച്ച് കളിക്കുന്നത് ഒരു വിനോദമായി. അത് തെറ്റാലി ഉപയോഗിച്ച് ഇതാ കണ്ടോ, എന്റെ കണ്ണിന്റെ അവസ്ഥ കണ്ടോ?
സിംഹരാജാവ് ഒരുപാട് ദേഷ്യപ്പെട്ടു. വൈകുന്നേരം തന്നെ എല്ലാ മൃഗങ്ങളെയും തന്റെ സഭയിലേക്ക് വരാൻ പറഞ്ഞ് കുറുക്കനോട് പറഞ്ഞയച്ചു. മോണ്ടു കുരങ്ങേ, നിന്റെ തെറ്റാലി കൊണ്ട് ഈ കുറുക്കന്റെ കണ്ണിൽ നീ അടിച്ചു. നീ ഇങ്ങനെ നിന്റെ സന്തോഷത്തിന് വേണ്ടി ഒരിക്കലും ഒരാളോടും ഇങ്ങനെ ചെയ്യരുത്. ഞാൻ കുറുക്കനെ ഒന്നും ചെയ്തില്ല, കള്ളം പറയുന്നതാ. അപ്പോൾ കുറുക്കൻ തന്നെത്താനെ ചെയ്തതാണോ ഇതെല്ലാം? ഇതൊന്നും എനിക്കറിയില്ല. ഇന്നു മുതൽ ഈ തെറ്റാലി നീ ഉപയോഗിക്കാനേ പാടില്ല. അങ്ങനെ ചെയ്താൽ ഞാൻ പിന്നെ വെറുതെ ഇരിക്കില്ല. അത് കേട്ട് എല്ലാവരും വിഷമിച്ചു. എന്നാൽ ദേഷ്യത്തിലായിരുന്ന സിംഹരാജാവിനെ എതിർക്കാൻ അവിടെയുള്ള ആർക്കും ധൈര്യം വന്നതേയില്ല. അതുകൊണ്ട് മോണ്ടുകുരങ്ങ് വേറെ വഴിയില്ലാതെ തെറ്റാലി വലിച്ചെറിഞ്ഞു. ഒരു വൈകുന്നേര സമയം രാജാവും കുറുക്കനും കാട് ചുറ്റിക്കാണാൻ വന്നു. എന്നാൽ ആ ഇരുട്ടിൽ അവർ കണ്ടില്ല. ഒരു വേട്ടക്കാരൻ അവിടെയൊരു വല വിരിച്ചിട്ടുണ്ട് എന്ന്. അവർ ആ വലയിൽ അകപ്പെട്ടു. അവർക്ക് ആ വലയിൽ അനങ്ങാൻ പോലും പറ്റിയില്ല. രാവിലെ നേരം വെളുത്തതും മൃഗങ്ങളെല്ലാം രണ്ടുപേരും വലയിൽ അകപ്പെട്ടിരിക്കുന്നത് കണ്ടു. അയ്യോ രാജാവേ, നിങ്ങൾ ഈ വലയിൽ എങ്ങനെ അകപ്പെട്ടു? ഇത് വേട്ടക്കാരൻ ഇട്ടതാണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ അവൻ വന്നാൽ രണ്ടുപേരെയും സിറ്റിയിലേക്ക് കൊണ്ടുപോയി സോവിന് അവർ വിൽക്കും. അപ്പോൾ എല്ലാവരും തോക്കിന്റെ ശബ്ദം കേട്ടു. അവരെല്ലാവരും പേടിച്ചവിടെ നിന്നും ഓടി. കയ്യിൽ തോക്കുമായി വേട്ടക്കാരൻ അവിടെ വന്നു. വലയിലകപ്പെട്ട സിംഹത്തിനെയും കുറുക്കനെയും കണ്ട് അയാൾ സന്തോഷിച്ചു. ആഹാ, ഇന്നെനിക്ക് ലോട്ടറി തന്നെയാണല്ലോ. സിംഹവും കുറുക്കനും, ഇവരെ വെച്ച് ഒരുപാട് സമ്പാദിക്കാം. ഞാൻ ഇവരെ രണ്ടുപേരും ഈ കാട്ടിൽ നിന്നും പോകാൻ അനുവദിക്കില്ല. അങ്ങനെ പറഞ്ഞു മോണ്ടു അന്വേഷിച്ചുകൊണ്ടേ പോയി അതിന്റെ തെറ്റാലി വലിച്ചെറിഞ്ഞ സ്ഥലത്തേക്ക്. അവിടെ അവന്റെ തെറ്റാലി കിട്ടി. ഉടനെ വേഗത്തിൽ അത് എടുത്തുകൊണ്ടുവന്നു. ആ വേട്ടക്കാരൻ വലയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. മോണ്ടു ഒരു കല്ലെടുത്ത് വേട്ടക്കാരന്റെ തലയ്ക്ക് ഉന്നം വെച്ച് അത് വിട്ടു. ആരാ അത്? അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ടേ മോണ്ടുവിനെ നോക്കി. കുരങ്ങോ? നിൽക്ക്, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ പറഞ്ഞ് ആ വേട്ടക്കാരൻ തോക്കെടുത്തു. അയാൾ മോണ്ടുവിന് നേരെ ഉന്നം വെച്ചു. അത് കണ്ട് എല്ലാ മൃഗങ്ങളും പേടിച്ചോടി. എന്നാൽ മോണ്ടു അങ്ങനെയല്ല. അവൻ ധൈര്യമോടെ ആ വേട്ടക്കാരന്റെ കണ്ണിൽ ഉന്നം വെച്ചു. വേട്ടക്കാരൻ ഉറക്കെ അലറി. അയ്യോ അയ്യോ, എന്റെ കണ്ണ്! അവന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് താഴെ വീണു. അവന്റെ കണ്ണ് കഴുകാൻ വേണ്ടി അവൻ അവിടെ അടുത്തുണ്ടായിരുന്ന കുളത്തിനടുത്തേക്ക് പോയി. എല്ലാ മൃഗങ്ങളും മോണ്ടുവിനെ കൈതട്ടി പ്രശംസിച്ചു. അതിനുശേഷം ആന അതിന്റെ കൈകൾ കൊണ്ട് ആ വല കീറി കുറുക്കനെയും സിംഹരാജാവിനെയും മോചിപ്പിച്ചു. എന്നോട് ക്ഷമിക്കൂ രാജാവേ, ഈ തെറ്റാലി ഞാൻ താങ്കളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചത്. ഞാൻ ഇനി ഇത് ഒരിക്കലും തൊടുകയേയില്ല. ഇപ്പോൾ കുറുക്കന് അത് ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായി. എന്നോട് ക്ഷമിക്കുമോണ്ടു, ഞാൻ നിന്നോട് പെരുമാറിയത് തെറ്റായിട്ടാണ്. എന്നാൽ നീ എന്റെ ജീവൻ രക്ഷിച്ചു. അപ്പോൾ കുറുക്കൻ സിംഹരാജാവിനോട് പറഞ്ഞു, സിംഹരാജാവേ, മോണ്ടു നല്ല രീതിയിൽ ഉന്നം പിടിക്കും. അവൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞു. നീ എന്താ പറഞ്ഞത്? നിനക്ക് നാണമില്ലേ? മോണ്ടു, നിനക്ക് തെറ്റാലി ഉപയോഗിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ നീ ഉപയോഗിക്ക്. ഞാൻ നിന്നെ ഒരിക്കലും തടയില്ല. അത് കേട്ട് മോണ്ടുവും ബാക്കി എല്ലാ മൃഗങ്ങളും സന്തോഷിച്ചു. അന്നു മുതൽ എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു വന്നു. മോണ്ടു കുരങ്ങ് എപ്പോഴും അതിന്റെ തെറ്റാലി അതിന്റെ കഴുത്തിലിട്ടുകൊണ്ട് തന്നെ നടന്നു. എപ്പോൾ തോന്നുന്നോ അപ്പോഴെല്ലാം തെറ്റാലി ഉപയോഗിച്ചു. അതുപോലെ ബാക്കിയുള്ള മൃഗങ്ങളെയും അതിങ്ങനെ തന്നെ സഹായിച്ചു.